ആരംഭിച്ചു. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതെന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. We should know what God has done for us. Now we are going to start the class. പലപ്പോഴും ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തതെന്താണെന്ന് മനസ്സിലാകാത്തിടത്തോളം കാലം നാം ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്തതെന്താണ് എന്നുള്ളത് ദൈവമക്കൾ നല്ലവണ്ണം അറിയണം. See, unless you know what God has done for you, then you may get confused. What God has done for me when problem comes. So we are going to study about that subject. Let us turn to Ephesians chapter 2, verse 12 to 19. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെ നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 2:12 മുതൽ 19 വരെ. I request you all, നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാം. We are going to read together Ephesians chapter 2, verse 12 to 19. 12 to 19. We all together read. എല്ലാവരും വേദപുസ്തകം എടുത്ത് നമുക്ക് വായിക്കാം, ഒന്നിച്ച് വായിക്കാം. മൈക്കിൽ കൂടെ പ്രിയ സഹോദരി വായിച്ചാട്ട് എല്ലാവരും അതോടുകൂടെ ചേർന്ന് വായിച്ചത്. ത്രൂ മൈക്ക് സിസ്റ്റർ വിൽ റീഡ്. ലെറ്റ്സ് ഓൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 2, 12 to 19. യെസ്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ആമേൻ. നമ്മുടെ വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് എന്താണ് എന്നുള്ളത് ഓർത്തിരിക്കണം. We should know what God has done for us. നമ്പർ 1, ഒന്നാമത്തേത്, നാം സത്യ ദൈവത്തെ തിരിച്ചറിയുന്നവരായിരുന്നില്ല. ഫസ്റ്റ്, we were not recognizing true God. അതിന് കാരണം എന്താണ്? ഈ ലോകത്തിൻ്റെ ദൈവം നമ്മുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയായിരുന്നു. Because the God of this world blinded our eyes. Therefore, we could not see who is the real God. ഈ ലോകത്തിൻ്റെ ഇതും 2 കൊരിന്ത്യർ 4:4 വായിച്ചാട്ട്. 2 Corinthians chapter 4, verse 4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 2 Corinthians chapter 4, verse 4. God of this world blinded our eyes. അത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ, ദൈവത്തെ അറിയാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു നിലയിലായിരുന്നു നാം. See, we are blinded. We are not able to see far off. We just see what is our need. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം അറിയുന്നവരായിട്ടായിരുന്നു പോയിരുന്നത്. വാട്ട് ഈസ് മൈ നീഡ്, വാട്ട് ഈസ് എൻ്റെ ആവശ്യം എന്താണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യം എന്താണ്, അത് കഴിഞ്ഞുള്ളതായതിനെക്കുറിച്ച് ചിന്തിപ്പാൻ നമുക്ക് കഴിവില്ലായിരുന്നു. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിലും പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചവരായിരുന്നെങ്കിലും നമ്മുടെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ചിന്തിച്ചുകൊണ്ടിരുന്നു.
though you are born in a Christian family, even in a Pentecostal family, you are just thinking about your own needs. എന്നാൽ ദൈവം വന്ന് നമുക്ക് ആദ്യമായി ചെയ്തത് എന്താണ്? നമ്മുടെ കണ്ണ് തുറന്നു. നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളെക്കാൾ അതിനപ്പുറത്ത് ആവശ്യമുണ്ടെന്നുള്ളത് നമ്മുടെ കണ്ണ് ദൈവം തുറന്നു വന്നു. What God has done, number one for you, He has opened your eyes to see things beyond. Till you came to Christ, you were thinking about your own personal needs, physical needs, physical problems. But when Christ has come, He has opened your blind eyes so that you may see beyond yourself. കർത്താവായ യേശു ക്രിസ്തു വന്നതുകൊണ്ട് നമ്മുടെ കണ്ണ് തുറന്നിട്ട് നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് അപ്പുറത്തും ഏതോ ഉണ്ടെന്നുള്ള ചിന്ത നമുക്കുണ്ടായി. അതിനു മുൻപ് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രം. പിന്നെയാണ് അയ്യോ ഈ ശരീരം വിട്ടു പോയാൽ നരകത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ, എനിക്കൊരു രക്ഷകൻ ആവശ്യമുണ്ടല്ലോ, എനിക്ക് പാപം എന്നിലുണ്ടല്ലോ എന്നുള്ള ചിന്ത വരാൻ തുടങ്ങിയത്. അതാണ് ആദ്യം കർത്താവ് ചെയ്തത്. എന്താണ്? നമ്മുടെ കുരുടായ കണ്ണവൻ തുറന്നത്. The first thing God has done, He has opened your eyes. Before that you are only self-centered, only enjoy, make yourself happy. But after when God has opened your eyes, you began to think beyond. What's going to happen tomorrow? What will happen to my soul and my spirit? Before that you never thought of your soul and spirit. You were just concerned about your body and the body's needs. But after Jesus Christ opened your eyes, you began to think about your physical, not only physical needs, but yes, I got a soul, I got a spirit, where I'll go. So the first thing God done for us, He has opened our mind. നമ്മുടെ നമുക്ക് യഹോവയായ ദൈവം നമ്മൾക്ക് ചെയ്ത ഒന്ന്, നമ്മുടെ കണ്ണവൻ തുറന്നു. ഈ ശരീരത്തിന് അപ്പുറത്തും ഒരു ജീവിതം ഉണ്ട്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് വരെ നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇവിടെയുള്ളതായ ആവശ്യങ്ങൾ മാത്രമായിരുന്നു നമുക്ക് ചിന്തയിലുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇതിന് അപ്പുറത്തും ഒരു ജീവിതമുണ്ടല്ലോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സ്തോത്രം. ദാറ്റ് ഈസ് നമ്പർ വൺ. നമ്പർ ടു, He opened our eyes to see the true God. യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കൃപ നൽകി. നമ്മളിൽ പലരും ക്രിസ്ത്യാനികളായിരുന്നു, എന്നാൽ പലരും അല്ലായിരുന്നു. എന്നാൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ മടങ്ങിപ്പോന്നിരുന്നു, മുട്ടുമടക്കി പോന്നിരുന്നു. എന്നാൽ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള കൃപ നൽകി. The number two thing God has given to you is, God has given you the grace to know who is the true God. We were worshipping many gods and goddesses, so many gods and goddesses, thinking that they are gods. But later on, God has opened your eyes and you came to know who is your Father, who is the Creator God, who is the Almighty God. That is number two. രണ്ടാമത് നമുക്ക് ദൈവം എന്താണ് ചെയ്തത്? അവനെ തിരിച്ചറിയുവാൻ. തേർഡ് തിങ്, ദൈവവും മനുഷ്യനുമായിട്ടുള്ള വേർപാടെന്ന പാപത്തിൻ്റെ വലിയൊരു വേർപാട് ചുവര് മതിലുണ്ടായിരുന്നു. ആ നടിച്ചുവരെ ദൈവം എന്ത് ചെയ്തു? ഇടിച്ച് മാറ്റി നമ്മൾക്ക് ദൈവവുമായിട്ടുള്ളൊരു സംസർഗത്തിന് അവസരമൊരുക്കി തന്നു. ദൈവത്തിൽ നിന്ന് നിന്ന് നാമും ദൈവവുമായിട്ട് ആദാം നിമിത്തം മനുഷ്യനും ദൈവവുമായി ഉള്ള ബന്ധത്തിൻ്റെ മധ്യത്തിൽ എന്തു വന്നു? പാപത്തിൻ്റെ വലിയൊരു ഒരു ഭിത്തി, വേർപാടിന് നടിച്ചുവരുണ്ടായിരുന്നു. ആ നടിച്ചുവര് നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തു? ആ നടിച്ചുവരെ മാറ്റി തന്നു. See, there was a great wall of separation between holy God and man. The first man was with God, but when he committed sin, sin has become a barrier between man and God. Man tried all possible ways to somehow escape from sinful things through good deeds, good karmas, and so many things. But yet we could not break the wall of partition of sin between man and God. God demolished that wall of partition between man and God. ദൈവവും മനുഷ്യനുമായിട്ടുള്ള വേർപാടിൻ്റെ നടിച്ചുവരെ ദൈവം എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. So number one, opened our blind eyes.
Number 2, He given us grace to recognize true God. Number 3, He has demolished the wall of partition between man and God. ഒന്നാമതായി ദൈവത്തെ നമ്മുടെ കണ്ണ് തുറന്നു. 2, യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുവാൻ കൃപ നൽകി. 3, ദൈവവും മനുഷ്യനുമായുള്ള വേർപാടിൻ്റെ നടിച്ചുവരെന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. 4, God expressed His love towards us. ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി. നമ്മെ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നുവെന്ന് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എൻ്റെയും നിങ്ങളുടെയും പാപം തൻ്റെ മേൽ വഹിച്ച് പാപികളായ നമ്മെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് പിതാവാകുന്ന ദൈവം വെളിപ്പെടുത്തി. The 4th thing is God demonstrated His love towards us. He came in the form of human being and took upon Himself the sin of the whole mankind and took punishment upon Himself. And then He demonstrated how He loves you and me. That is the 4th thing. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ്. പുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ അതോടുകൂടെ നമുക്ക് മറ്റുള്ളതും തരാതിരിക്കുമോ? നാം ചോദിച്ചിട്ടല്ല പുത്രൻ വന്നത്. ദൈവം തൻ്റെ പ്ലാനിൻ പ്രകാരം നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടി തൻ്റെ പുത്രനെ അയച്ച് ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. നമ്മൾ ചോദിച്ചിട്ടല്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ല, നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ, ദൈവത്തെ വിളിക്കാതിരുന്നപ്പോൾ തന്നെ ദൈവം തൻ്റെ പുത്രനെ നമ്മൾക്ക് വേണ്ടി അയച്ച് ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി. See how God has demonstrated His love. We never ask God to take away our sin. No. Even when we were yet sinners, when we were against God, when we were walking against the will of God, God came in the form of man and took upon Himself the sin of the whole mankind. At that time we were not praying to God, we are not asking God. God did not came when you asked Him. Even before you were born, He came and died on the cross and gave Himself completely for us and expressed His love. Therefore the word of God says, if God has given His own Son for us, why not He will give all other things for us? Without asking He gave His Son, why not He will give all other things? നാം ചോദിക്കാതെ തന്നെ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സകലം നമ്മൾ ചോദിക്കാതെ തന്നെ പുത്രനെ നമ്മൾക്ക് വേണ്ടി തന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെത്താനെ യാഗമാക്കിയെങ്കിൽ എത്ര വലിയ വിലയാണ് കൊടുത്തത്. അതുകൊണ്ട് അവരുടെ പുത്രനെ തന്നുവെങ്കിൽ അതോടുകൂടെ നമുക്ക് സകലതും തരാതിരിക്കുമോ? അപ്പോൾ നാം നമ്മുടെ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. ഉദാഹരണമായി ഇപ്പം എൻ്റെ മകൻ ഇവിടെയുണ്ട്. എൻ്റെ മകൻ എന്നെ അറിയാവുന്നത് കൊണ്ടാണ് ഇവിടെ വന്ന് ശാന്തമായിട്ടിരിക്കണം. അവനും അവൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളെ പപ്പായുടെ കൂടെ പോവുകയാണ്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം എന്തു ചെയ്യും? പപ്പ നോക്കുമെന്നൊരു അറിവുണ്ട്. അതില്ലെങ്കിൽ എന്തു ചെയ്യും? പോകുന്നത് എങ്ങനെയാണ്? അവിടെ തൃശ്ശൂർ ചെന്ന് മണ്ണൂത്തി ചെന്നിട്ട് അവിടെ എന്ത് ചെയ്യും? അവിടെ രാവിലെ ഇവിടുന്ന് ആഹാരം കഴിക്കും, ഉച്ചയ്ക്ക് ഇവിടുന്ന് ആഹാരം കഴിക്കും, വൈകിട്ട് ഇവിടുന്ന് ആഹാരം കഴിക്കും, എവിടെ കിടന്നുറങ്ങും എന്നുള്ള ചിന്ത വരത്തില്ലയോ? വരുമോ ഇല്ലയോ? അറിയാവുന്നത് കൊണ്ട് വന്നു, കിട്ടിയത് കഴിച്ചു, ഉറങ്ങി. ഉച്ചക്കലത്തേക്ക് എന്തോ കിട്ടുമെന്ന് ചിന്തയുണ്ടോ? ചോദിച്ചു നോക്കിയാൽ. വൈകിട്ടത്തേക്ക് ഇവിടെ എങ്ങനെയാണ് പോകുന്നുണ്ടോ? നത്തിങ്. അതുപോലെ നാം ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഭാരമെല്ലാം എന്താവും? 100% മാറും. ഞാൻ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകളിൽ കർത്താവിൻ്റെ സഭകൾ നടക്കുന്നു, ട്രെയിനിങ് സെൻറ്റർ നടക്കുന്നു, പിന്നെ ചൈനയിലും ഫിലിപ്പീൻസിലും മറ്റ് രാജ്യങ്ങൾ, നേപ്പാളിലൊക്കെ നടക്കുന്നു. എന്നെ കണ്ടിട്ട് എന്താ വലിയ ഭാരം വലിച്ചുകൊണ്ടിരിക്കുകയാണോ? എങ്ങനെ തോന്നുന്നു നിങ്ങൾ കണ്ടിട്ട്? മൈ ഫാദർ ഈസ് ഡൂയിങ്. എൻ്റെ പിതാവെല്ലാം ചെയ്യുന്നു. ഐ ആം ജസ്റ്റ് ഒബേയിങ് വാട്ട് ഹി സേസ്. See, we are worried about ourselves. Why? Because of our ignorance. I was just telling my son Finney is here with his wife and children. He is not bothered.
At what time we'll get food, what time we'll get, whether we get good food or not. My father is there. He's going to take care of everything. So he is not bothered whether I'll get food, whether I'll sleep. But if he doesn't know, if I'm not there, then he'll be thinking, oh, what I'll take care of my children, my wife, where we'll sleep, how, what, all worries. In the same way, if you know your father, all your worries will be over. That's why Paul also says, that I may know him. I may know him. നമ്മുടെ പിതാവിനെ അറിയാത്തടത്ത് കൊണ്ടാണ് ഈ ഭാരമെല്ലാം വരുന്നത്. I said, we have little work in Philippines, little work in China, little work in Nepal, little work in India, several work in India. So much money is needed. I asked him, are they seeing me a man with lot of burdens? No, not at all. Why? My father is there. He is taking care of everything. I am just obeying. So, when you do not know the true relationship of your father, how much he takes care of you, you will be worried. Satan also wants to see you worried. Satan always tries that you may not know your father. സാത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? ഭാരം കൊണ്ട് എന്ത് ചെയ്യണം? ചിലർ പറയും, ഇത് വലിയ ക്രൂശാണ്, ഞാൻ കരഞ്ഞോണ്ട് എൻ്റെ ക്രൂശ് ചുമക്കണം, എന്നും കരഞ്ഞോണ്ട്, ഇതാ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഇതൊരു ക്രൂശ്, മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല, ഇതൊരു ക്രൂശ്. കരഞ്ഞോണ്ട് ക്രിസ്ത്യ ജീവിതം കരഞ്ഞോണ്ട് പോകുന്നതല്ല. ഹല്ലേലൂയ. ആനന്ദത്തോടെ എന്ത് പ്രോബ്ലം വന്നാലും എൻ്റെ പിതാവ് അറിയുന്നു. നമ്മൾ വായിക്കില്ല, എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എൻ്റെ പ്രാണനെ ഞാൻ ഇന്നെനിക്കു ക്ഷമെങ്കിൽ എന്നെ തകർത്തി താൻ താതനിഷ്ടമെങ്കിൽ തൻ ഗീതമെന്നിൽ സമ്പൂർണമാകട്ടെ. എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നിന്നെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള തലയിലെ മൂടികളുമല്ല നിർണയമാവേനെ നീ അറിയുന്നു. ഓ എൻ തലയിലെ ഹല്ലേലൂയ നിർണയമാവേനെ നീ അറിയുന്നു. ഒന്നതിൽ നില വീണിടണമെങ്കിൽ ഒന്ന നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞ് സാധ്യമായിടും. ഉന്നതനറിഞ്ഞ് സാധ്യമായിടും. എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാനിന്നു മോദമായി എൻ്റെ ഇഷ്ടം
അങ്ങേ ഇഷ്ട എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആമേൻ. പഴയ പാട്ടുകൾ അനുഭവത്തിൻ്റെ പാട്ടുകൾ, വചനപ്രകാരമുള്ള അനുഭവത്തിൻ്റെ പാട്ടുകൾ. സോ നാം ദൈവത്തിൽ നിന്ന് അകന്നിരുന്നപ്പോൾ ആ കർത്താവായ ക്രിസ്തു വന്ന് നമ്മെ പിതാവ് എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി. ഇനിയും അതുകൂടാതെ അതിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ്റെ ഭവനക്കാരാക്കി തീർത്തു. God has demonstrated his love through Christ, and verse 19, God gave you the privilege to be in the family of God, family member of God. ദൈവത്തിൻ്റെ ഭവനക്കാരായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചെങ്കിൽ പിന്നെ ഭിക്ഷ യാചിക്കേണ്ട ആവശ്യം ഇല്ല. ഇന്ന് അനേകരെ ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ വാതിക്കൽ നിന്ന് 21 ദിവസം നിന്ന് എന്ത് ചെയ്യുക? ഭിക്ഷ ചോദിക്കുക. മകനെ അകത്ത് വന്ന് മേശപ്പുറത്തിരിക്കുന്നത് കഴിക്കാൻ പറഞ്ഞിട്ട് അതിനുള്ള വെളിപ്പാടില്ല. ഞാൻ വെളിയില്ല. 21 ദിവസം അല്ലെ 14 ദിവസം 7 ദിവസം എന്ത് ചെയ്യുക? ഭിക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുക. സത്യാഗ്രഹം, എനിക്ക് തരണേ, എനിക്ക് തരണേ. ബെല്ലടിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് തരണേ, എനിക്ക് തരണേ. കർത്താവ് പറഞ്ഞ മകനെ, നീ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബക്കാരനാകുവാൻ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുക? ഭാഗ്യം തന്നിരിക്കുക. ദൈവത്തിൻ്റെ കുടുംബക്കാരനായി തീരുവാനുള്ള ഭാഗ്യമെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഹല്ലേലൂയ. നിത്യ കുടുംബത്തിൻ്റെ അംഗങ്ങളായി തീരുവാൻ കുടുംബത്തിലൊരു കുടുംബനാഥനുണ്ട്. ആ കുടുംബനാഥൻ സകല കാര്യങ്ങളും നടത്തുവാൻ മതിയായവനാണ്. എന്നാൽ ഈ വചനം അറിയത്തില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? കുടുംബത്തിൽ നിന്ന് വെളിയിൽ നിന്നിട്ട് പപ്പാ പപ്പാ എൻ്റെ അപ്പച്ചാ എനിക്ക് അമേരിക്കയിലേക്ക് വീസ തരണേ, എനിക്ക് ഗൾഫിലേക്ക് വീസ തരണേ, എനിക്ക് 1 സെൻറ്റ് സ്ഥലം വേണം അപ്പച്ചാ, അപ്പച്ചാ അപ്പച്ചാന്ന് കിടന്ന് വെളിയിൽ കിടന്ന് വിളിക്കുന്ന കേട്ടാൽ ഈ തെണ്ടി ജോലി ഇതെല്ലാം യോഗിച്ചോ പോലുള്ള മഹാന്മാർ കൊണ്ടുവന്നത്. അവർ കൊണ്ട് നിങ്ങളെ എന്താക്കി തീർത്തു? തെണ്ടികളാക്കി തീർത്തു. ഞാനതേ അദ്ദേഹത്തിന് എഴുതിയിരുന്നത്, യു മെയ്ഡ് ദം ബെഗേഴ്സ്. ഈ വലിയ പഠിപ്പുള്ളതായ യോഗിച്ചോ ഉള്ള വലിയ പ്രാസംഗന്മാർ വന്ന് ദൈവമക്കളെ ആരാക്കി തീർത്തു? മുട്ടുവീൻ തുറക്കപ്പെടും. അപ്പം മുട്ടണമെങ്കിൽ അപ്പം എവിടാ? വീടിന് പുറത്താണോ അകത്താണോ? പുറത്ത് കിടന്ന് മുട്ടുക. അപ്പൊ യോഗിച്ചോ പോലുള്ള മഹാന്മാർ വന്ന് ദൈവമക്കളെല്ലാം എന്ത് ചെയ്തു? ഇറങ്ങി വീട്ടിനകത്തിരുന്നാലൊക്കെ വെളിയിലിറങ്ങും. നമുക്ക് എല്ലാവരും വെളിയിനകത്താക്കി. ഇപ്പൊ എല്ലാവരും എന്താ? മുട്ടുക. മുട്ടുവീൻ തുറക്കപ്പെടും. വെളിയിൽ കിടന്ന് മുട്ടുക. ഞങ്ങൾ വെളിയിൽ കിടന്നല്ല, ഞങ്ങൾ അകത്തിരുന്ന് അപ്പൻ്റെ മേശയിലിരുന്ന് എന്ത് ചെയ്യുക? തരുന്നത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം 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 സ്തോത്രം. മറ്റുള്ളവരെല്ലാം see what this Yongicho and other people, they taken you out from the house of God. What they teach, knock and it shall be opened. Why you knock? You are outside the house. God brought you into the house, but through Yongicho and great big preachers you have gone out, and what you are doing now? Knock, knock, and it shall be given, it shall be opened. Lord, with 21 days fasting I am knocking. 7 days fasting I am knocking. Lord, I am your daughter, but I am outside. Daughter, why did you go outside? Son, why did you go outside? Who has taken you outside? Stay in the house. Stay in the house, then no knocking business. If you stay in the house, there is no knocking business. വീട്ടിനകത്ത് പാർത്താൽ പിന്നെ ഈ മുട്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഈ വീടിൻ്റെ അകത്തില്ലാത്തവർ, അപ്പോൾ ഈ വലിയ പ്രാസംഗികരായവർ വന്ന് ദൈവമക്കളെല്ലാം എന്ത് ചെയ്തു? വീട്ടിന് പുറത്ത് ചാടിച്ചു. എല്ലാവരും ചെന്ന് പുറത്ത് ചാടിച്ചിരിക്കുക. പുറത്ത് ചാടിച്ചിരുന്നപ്പോൾ എല്ലാവരും എന്താ? 4 വശത്ത് കിടന്ന് നൃത്തം ചെയ്ത് മുട്ടുക. എല്ലാവരും മുട്ടി കൈയും പൊട്ടുന്നു, തലയും പൊട്ടുന്നു, മുട്ടിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ വെളിയിൽ കിടന്ന് മുട്ടേണ്ടിയവരല്ല.
അവരതിൻ്റെ കൂടെ പറയുന്ന വേറൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയോ? ആ കനാന്യ സ്ത്രീ മുട്ടിയ പോലെ മുട്ടിക്കോ. കനാന്യ സ്ത്രീ എന്ത് പറഞ്ഞു? എൻ്റെ മകളെ സൗഖ്യമാക്കണേ, സൗഖ്യമാക്കണേ, സൗഖ്യമാക്കണമേ. അവൾ നിർബന്ധിച്ചത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? സൗഖ്യം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധിക്കണം. സഹോദരി, അവൾ കനാന്യ സ്ത്രീയാ. കർത്താവ് പറഞ്ഞു മക്കൾ മേശമേലിരുന്ന് ഭക്ഷിക്കുന്നു. അവൾ പറഞ്ഞു മേശയുടെ കീഴിലുള്ളത്, കാരണം മേശ കീഴിക്കകത്ത് എടുക്കുന്ന പട്ടിയാണ് എന്ത് ചെയ്യും? നായ്ക്കളാണെങ്കിൽ എന്ത് ചെയ്യും? മേശയ്ക്ക് കീഴിലുള്ളത് പറിച്ചെടുക്കും. സഹോദരി, നീ കനാന്യ സ്ത്രീയാണോ മകനാണോ? പറഞ്ഞാട്ട്, കനാന്യ സ്ത്രീയാണോ? ഇന്ന് ഈ പാസ്റ്റർമാർ, ഈ വലിയ വലിയ പണ്ഡിതന്മാർ നിങ്ങളെ ആരാക്കി തീർത്തിരിക്കുക? ജാതികളാക്കി തീർത്തിരിക്കുക. ഒന്ന് ഭവനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി പിന്നെന്ത് ചെയ്തു? ജാതികളാക്കി തീർത്തു. നമ്മൾ കനാന്യ സ്ത്രീയെ പോലെ മുട്ടേണ്ടിയവരല്ല, ചോദിക്കേണ്ടിയവരല്ല. ഞാൻ പുത്രനാണ്, മേശപ്പുറത്തിരുന്ന് കഴിക്കേണ്ടവനാണ്. അതാണ് നമ്മുടെ ഭാഗ്യം. See, some people say, just like Canaanite women, she continued asking Jesus, continued, press, Lord, give me. Then Jesus said, look at her faith. Then Jesus says, how can I give the food of the children to the dogs? Then she says, the dog will eat from the table. So some pastors teach you, just like that Canaanite woman, you ask, my dear friend, born again people are not Canaanite women, they are sons. They are not going to eat from under the table. They will sit with the father and eat. Hallelujah. These big preachers, through their books, made you a Canaanite woman. Their wisdom has taken you to become a Canaanite woman. So everybody asking. God has given you the privilege to become a son of God in the family. Eat from his table. What these preachers with their worldly knowledge made you? A Canaanite woman. A Canaanite woman. What a pity. They are asking just like Canaanite women. Keep on asking. These are all Satan's revelation. Taking the children of God from their house. You are born in the family of God. Through the word of God, you are born in the family. നമ്മൾ കയറി വന്നവരല്ല. പിതാവാകുന്ന കർത്താവിൻ്റെ വചനമാകുന്ന വിത്ത് നമ്മിൽ വന്നിട്ട് നാം എങ്ങനെയാണ്? ജനിക്കപ്പെട്ടവരാണ്, കയറി വന്നവരല്ല. നമ്മൾ കയറി വന്നവരാണോ? അല്ല. വചനമാകുന്ന വിത്ത്. 1 പത്രോസ്, and I'll read that and then we'll close it today. Chapter 1 verse 23. 1 Peter chapter 1 verse 23. 1 പത്രോസ് 1:21 വായിച്ചാൽ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ബീജത്താൽ തന്നെ ഒരു ഭാര്യ ഭർത്താവ് തമ്മിൽ ആയിക്കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ബീജം ഭാര്യയിൽ വന്നിട്ട് മകൻ ജനിക്കുന്നു. ഇപ്പോൾ എൻ്റെ മകൻ അങ്ങനെ ജനിക്കപ്പെട്ടവനാണ്. ഞാൻ മേശപ്പുറത്തിന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കണേ ഇത്. ഞാൻ മേശപ്പുറത്തിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മകൻ വാതിൽ നിന്ന്, പപ്പാ എനിക്കൊരു കഷണം ചോറ് തരണേ, പപ്പാ എനിക്ക് ഇച്ചിരി വെള്ളം തരണേ എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ ഇരിക്കും? പറഞ്ഞാട്ടെ. എൻ്റെ മകൻ, എന്നിൽ നിന്ന് ജനിച്ച എൻ്റെ മകൻ വീട്ടിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മേശപ്പുറത്ത് ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ മകൻ അവിടെ നിന്ന് പറയാം, പപ്പാ ഇച്ചിരി വെള്ളം തരണേ. എങ്ങനെ ഇരിക്കും? എനിക്ക് സന്തോഷം വരുമോ? ഞാൻ ചോദിക്കും, മകനെ, നിന്റെ അവകാശം നിന്നിന്ന് പറിച്ചെടുത്തത് ആരാ? എൻ്റെ കൂടെ മേശപ്പുറത്തിരുന്ന് എന്നോട് ചോദിക്കാതെ മേശപ്പുറത്തിരിക്കുന്ന എല്ലാം എടുത്ത് കഴിക്കാനുള്ള അവകാശമുണ്ടോ? ഇന്നതുപോലെ ദൈവമക്കൾ ദൈവഭവനത്തിൽ നിന്ന് ആഹാരം കഴിക്കേണ്ടവർ ഈ പ്രാസംഗ്യന്മാരുടെ ഈ പുസ്തകങ്ങളുടെയും പുതിയ പുതിയ പുസ്തകങ്ങളുടെയും നിമിത്തം എല്ലാവരെയും ഭവനത്തിൽ നിന്ന് വെളിയിലാക്കിയിരിക്കുകയാണ്. അത് കണ്ടിട്ടാണ് വേദന സഹിക്കാൻ വയ്യാത്തത്.
അതുകൊണ്ടാണ് ഈ ബൈബിൾ ക്ലാസ് നടത്താൻ ഇവിടെ വന്നത്. ദൈവമക്കളെ ദൈവഭവനത്തിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്താക്കി. അല്ലയോ? നിങ്ങൾ പറയുക. ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? ദൈവമക്കളെ എന്ത് ചെയ്തു? ഭവനത്തിൽ നിന്ന് പുറത്താക്കി. ഇപ്പം ദൈവമക്കളെല്ലാം വെളിയിൽ കിടന്ന് തെണ്ടുക, മുട്ടുക, അപ്പനേ എനിക്ക് വാതിൽ തുറക്കണമേ. എൻ്റെ ദൈവജനമേ, നമ്മൾ അവിടെ നിന്ന് വന്നല്ല, വചനമാകുന്ന വിത്ത് നമ്മിൽ വന്നിട്ട് നമ്മിൽ പുതിയ മനുഷ്യൻ ജനിക്കപ്പെട്ട് നമ്മൾ അവകാശികളായി പിതാവിൻ്റെ കുടുംബത്തിൽ വന്നവരാണ്. നമ്മൾ ആരും കയറി വന്നവരല്ല. ക്രിസ്തുവാകുന്ന വചനം നമ്മുടെ ഉള്ളിൽ വന്ന് പുതിയ മനുഷ്യനായി നാം ജനിക്കപ്പെട്ടവരാകയാൽ ദൈവത്തിൻ്റെ ഭവനക്കാരായി തീർന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഭവനക്കാരായിരിക്കുമ്പോൾ തെണ്ടി നടക്കേണ്ട ആവശ്യമില്ല. തെണ്ടി നടക്കുന്ന പ്രാസംഗികന്മാർ അവരാരും ദൈവത്തിന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരിൽ ആരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. അവരിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവല്ല. ദൈവഭവനത്തിൽ പാർത്തിരുന്ന ഒരു കാലത്ത് കേരളത്തിലെ ദൈവമക്കൾ ദൈവഭവനത്തിൽ പാർത്തുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാത്തിലും അവർ സന്തോഷിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാസംഗികന്മാരും ജ്ഞാനികളായി വന്നവർ ഓരോരുത്തരും എന്ത് ചെയ്തു? ദൈവഭവനത്തിൽ നിന്ന് പുറത്താക്കി. ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവഭവനത്തിലേക്ക് മടങ്ങി വരിക. തൃശ്ശൂരുള്ള ദൈവമക്കളെ, നിങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക. അത് മാത്രമാണ് ആവശ്യം. എങ്ങനെയാണ് നിങ്ങളെ ഭവനത്തിൽ നിന്ന് പുറത്താക്കിയത്? നിങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വരിക. വെളിയിൽ കിടന്ന് നിങ്ങളിങ്ങനെ തെണ്ടുമ്പോൾ പിതാവ് ഞരങ്ങാണ്, എന്നെൻ്റെ മക്കൾ മടങ്ങി വരും, എന്നെൻ്റെ മക്കൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ മേശയിൽ ഇരുന്ന് ഭക്ഷിക്കും, എൻ്റെ മേശയിൽ ആക്കിയിരിക്കുന്ന സാധനങ്ങൾ ഭക്ഷിക്കുമെന്ന്. See what God has done for you. I just said an example. My son Finney is here. He is born of me. I am sitting inside and eating food, and Finney is standing outside and knocking, Papa, I am here, give me little food. I am sitting inside and eating food, and Finney is standing outside, Papa, I am hungry, Papa, did you not listen to me? I am crying. Then how I'll feel? I'll be happy when my son is standing outside and begging me. I will not be happy at all. What I'll ask you, son, who made you to go out of house? You have the right to come and sit with me on my table and eat even without asking me. When my son is sitting on my table, will I ask me, Papa, may I take little rice? Papa, may I take little fish? If I ask, then I'll say, what? My son, your sense is all right. Will I not ask him, are you all right? What all kept there, you take and eat. Hallelujah. God has given us that great privilege. These preachers made you to go out of the house of God. I am telling you the true word, undiluted word of God. These preachers, these people who have learned fools, I call them learned fools and learned devils. These prosperity preachers, learned fools and learned devils, learned beggars, made you to go out of the house. What God wants you, come to the house of God. Come to the house of God. Come to your place. Sit with the Father and eat whatever He is given. You need not bother what is going to come on the table. So when you are begging, means you have gone out of the house of God. When you are asking money, that means you have gone out of the house of God. I said, I am ministering in how many states of India? Nepal. You can go and see in training centers in Nepal. Then China and Philippines and all other places. What I am doing? I am serving from Father's table. What I am doing? I am not begging in America. I am not begging in Kerala. I am not begging anywhere. I am serving from Father's table.
ഞാൻ എന്താ ചെയ്യുന്നത്? ഇത്രയും രാജ്യങ്ങളിലെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യുന്നത്? ആരോടെങ്കിലും ബെഗ് ചെയ്യുന്നോ? ഇല്ല. ഞാൻ പിതാവിൻ്റെ മേശയിൽ നിന്ന് എന്ത് ചെയ്യുക? വിളമ്പിക്കൊടുക്കുക. പിതാവിൻ്റെ മേശയിൽ നിന്ന് വിളമ്പിക്കൊടുക്കുക. ഇതാണ് മിനിസ്ട്രി. ദിസ് ഈസ് ആക്ച്വലി ദ മിനിസ്ട്രി. ആകയാൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ സാത്താൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുവരിക. സാത്താൻ്റെ മാർഗത്തിൽ നിന്ന് ദൈവജനമേ യഹോവയുടെ ഭവനത്തിലേക്ക് കടന്നു വരിക. Children of God, come back to your father's house. Pray. പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങുക. That's what needed. Come back to the house of God. Throw away your theology. Throw away your interpretation. Throw away all your interpretation. Throw away your wisdom. നിങ്ങളുടെ ജ്ഞാനമെല്ലാം എടുത്തു കളയുക. നിങ്ങളെ തെണ്ടികളാക്കിയ ജ്ഞാനമെല്ലാം എടുത്തു കളയുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭവനം. ഞാൻ നിങ്ങളോട് നിർമ്മല സുവിശേഷമാണ് പറയുന്നത്. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ഈ വചനം മാറിപ്പോകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുക. ഹല്ലേലൂയ. റബഖതനാശന്തലാറായ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ദൈവ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയ ജ്ഞാനികളായ സാത്താന്യ ശക്തികൾ, ഹല്ലേലൂയ, അവരിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. ആ ചെന്നായ്ക്കളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. അവർ ചെന്നായ്ക്കളാണ്. നിങ്ങളെ ഞങ്ങൾക്ക് ഇത്രയും മക്കളുണ്ടെന്ന് കാണിക്കാൻ നിങ്ങളെല്ലാം ഭവനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ബിസിനസ് നടത്തുക. അവർ ആ ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവീൻ. ആ ബിസിനസ്സുകാർ എന്ത് ചെയ്യാൻ? അകത്തുള്ളവരെ, കുടുംബത്തിലുള്ളവരെ വെളിയിൽ കൊണ്ടുവന്നിട്ട് പട്ടിണിപ്പാവങ്ങളായി കാണിച്ച് അവരുടെ കാര്യം നേടുക. ആ ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുവീൻ. Escape from the business people. They have robbed the house of God. Show the people as their own and then make money. Judgment of God is going to come upon you. I am telling you the word of God. And I challenge, if there is anyone who is able to give me an answer for this word, I challenge them. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇന്നത്തെ പ്രാസംഗികന്മാരെ വെല്ലുവിളിക്കുകയാണ്. ഈ വചനത്തിന് എതിരായി പറയുവാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരട്ടെ. ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. അവരെ നഗ്നരാക്കിയേ ഞാൻ വിടത്തുള്ളൂ. നഗ്നരാക്കിയേ വിടത്തുള്ളൂ. അവർ കുടുതുണി പോലും ഇല്ലാതാക്കിയേ ഞാൻ അവരെ വിടത്തുള്ളൂ. ദൈവസഭയെ നശിപ്പിക്കുന്ന ദുഷ്ടന്മാർ, നിർമ്മലമായ ദൈവവചനത്തെ കോട്ടിമറിക്കുന്ന അവൻ നമ്മളെ ദൈവഭവനക്കാരാക്കി തീർത്തു. നമ്മളെ അയോഗ്യരായിരുന്നു നമ്മളെ ദൈവഭവനക്കാരാക്കി തീർത്തെങ്കിൽ ഇതിൽ വലിയത് എന്താണ്? ഹല്ലേലൂയ. ദൈവഭവനത്തിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് ബലഹീനനാണെങ്കിൽ പിതാവ് കൂടുതൽ ദയ കാണിക്കുമോ ഇല്ലയോ? അല്ലെങ്കിൽ ആ ബലഹീന പൈതലിനെ എടുത്ത് പുറകെ കളയുമോ? ഹല്ലേലൂയ. ബലഹീനനായ ഒരു പൈതലുണ്ടെങ്കിൽ ആ പിതാവ് കൂടുതൽ ദയ കാണിക്കും. If there is a child, invalid child in a family, the father will pay more attention. In the same way, in the house of God, if you are a weak person, Father is more concerned about you. Father is more concerned about your welfare. This is the true gospel. I am giving you the true gospel, undiluted gospel. I am giving you on behalf of Jesus. You must understand that I am speaking from heaven. ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുകയാണെന്ന് ഓർത്തോളണം. സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുക. ദൈവജനമേ, തൃശ്ശൂരിലെ ദൈവജനമേ, ഭവനത്തിലേക്ക് മടങ്ങി വരിക. ഭവനത്തിൻ്റെ വെളിയിൽ നിൽക്കാതെ ഭവനത്തിലേക്ക് മടങ്ങി വരിക. Children of God, come back to your house. നമ്മുടെ പിതാവ് ജീവിക്കുന്നു. രോഗം വരട്ടെ, ദുഃഖം വരട്ടെ, നിന്ന വരട്ടെ, അപമാനം വരട്ടെ, പട്ടിണി വരട്ടെ, എന്തു വരട്ടെ, ദൈവജനമേ ഭവനത്തിലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്താൽ ജനിക്കപ്പെട്ടവർ, ക്രിസ്തുവിൻ്റെ വചനത്താൽ ജനിക്കപ്പെട്ടവർ, we are born people. We are born in the family of God. The blood is royal blood. Hallelujah.
നമ്മളിൽ ഒഴുകുന്ന രക്തം രാജകീയ രക്തമാണ്, രാജകീയ രക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ, എന്താതിശയമേ ഹരാമേ, അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സാന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങ കാണുന്നു ഞാൻ. ഓ എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ, എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവായി, പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവായി, സ്നേഹപാപിയെ നീ എന്നെ സ്നേഹിച്ചതോ തെന്നിലാശ്ചര്യമേ വീടുന്നേ. സ്നേഹപാപിയെ നീ എന്നെ സ്നേഹിച്ചതോ തെന്നിലാശ്ചര്യമേ വീടുന്നേ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ, എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാൻ. ദൈവമേ നിൻ മഹാസ്നേഹം, ഹല്ലേലൂയ, വിധമാർക്കു
ദൈവജനം മടങ്ങി വരേണ്ട സമയമായിരിക്കുക. പിതാവ് കാത്തു നിൽക്കുക. ഹല്ലേലൂയ. ദൈവജനങ്ങൾ മുടിയൻ പുത്രന്മാരെ പോലെ ആയിത്തീർന്നു. മടങ്ങി വരിക. ഈ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി അപ്പനിൽ നിന്ന് കിട്ടുന്നതെല്ലാം മേടിച്ചുകൊണ്ട് പോയി സുഖിച്ചല്ലോ. മടങ്ങി വരിക ഇനി. ഹല്ലേലൂയ. പാസ്റ്റർമാർ മുടിയൻ പുത്രന്മാരായി തീർന്നിരിക്കുക. വിശ്വാസികൾ മുടിയൻ പുത്രന്മാരായി തീർന്നിരിക്കുക. പിതാവിനോട് മേടിച്ച് അവിടെ പോയി സ്വന്തം സുഖത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇന്ന് പിതാവ് പറയുന്നു, മടങ്ങി വരിക. നിന്റെ ഭവനത്തിൽ നിനക്ക് വേണ്ടി വസ്ത്രവും അധികാരത്തിൻ്റെ മോതിരവും അതുപോലെ അവകാശത്തിൻ്റെ ചെരുപ്പെല്ലാം നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവജനം മടങ്ങി വരട്ടെ. ഇനി പന്നികളുടേതല്ല ഭക്ഷിക്കേണ്ടത്, അപ്പൻ്റെ മേശയിൽ നിന്നാണ് ഭക്ഷിക്കേണ്ടത്. അപ്പൻ്റെ മേശയിൽ നിന്നാണ് ഭക്ഷിക്കേണ്ടത്. അപ്പൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു യോഗം അവസാനിപ്പിക്കും. വൈകിട്ട് 6 മണിക്ക് 8:30 മണിക്ക് യോഗം അവസാനിപ്പിക്കുന്നതായി. കാരണം എല്ലാവർക്കും ബസ്സിൽ പോകേണ്ടത് കൊണ്ട് 8:30 മണിക്ക് തന്നെ യോഗം അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങൾ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിക്കുവാൻ കർത്താവേ, അതിനനുസരിച്ച് ഒരു ജീവിതം ഞങ്ങൾക്ക് തരുവാൻ ഞങ്ങൾ കൃപ ചെയ്യണമെന്ന് ഞാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും കർത്താവ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തുതിക്കുകയും കർത്താവേ, ഞങ്ങളുടെ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ